സുഹൃത്തുക്കളെ, ഈ മുഖ്യമന്ത്രി പദം ഞാൻ ആഗ്രഹിച്ചതല്ല, നിങ്ങൾ തന്നു, ഞാൻ കൈനീട്ടി സ്വീകരിച്ചു. ഇൻക്വിലാബ് 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 സിന്ദാബാദ്. എടാ, അർജന്റായിട്ട് തിരുവനന്തപുരത്തെത്തണം. വെച്ചിട്ട് പോയപ്പോരെ. ഇൻഡിഗോ ഇപ്പൊ ലാൻഡ് ചെയ്യും. എവിടെ വാടോ ഇൻഡിഗോ. ഗോപാലക പാഹി മാം അനീശം രഥമയി ഗോപാലക പാഹി മാം അനീശം പദരഥമയി ഗോപാലക പാഹി മാം ഇതിപ്പോ ഏതാ അമ്പലം? അമ്പലത്തിലാണ് ഞാൻ കിടന്നത്. പദരഥമയി ഗോപാലക പാഹി മാം അനീശം രഥമയി ഗോപാലക പാഹി മാം അനീശം പദരഥമയി ഗോപാലക പാഹി മാം അനീശം തവ പദരഥമയി ഗോപാലക പാഹി. അതമ്മ കുട്ടിയോട് റേഡിയോ വെച്ചതാണേ. മീൻകറി എളുപ്പത്തിരിക്കണ്ട്. അമ്മ അതൊന്ന് നോക്കോ. പുതുമ. ആഹാ, നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. നീ വൈകുന്നേരം ഭജനയും പുഴുക്കൊക്കെ ഉണ്ടാവുകയല്ലേ? നമുക്ക് മനുവിനോട് പറഞ്ഞു നാളെങ്കിലും നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം. ഇന്നത്തെ പോലെ ലേറ്റ് ആയി പോറ്. ശ്രദ്ധിച്ചു പോണേ. അയ്യോ, NSS ക്യാമ്പ് ഉണ്ട്, മറന്നുപോയി. പോട്ടെ, ഞാനുണ്ട്. മേക്കപ്പെല്ലാം പോയണേ. കുട്ടികളൊക്കെ നല്ല വർക്കാണല്ലോ. മിടുക്കന്മാരാ. സൈറ്റിൽ പണിക്കാർ കുറവാ. ക്യാമ്പ് സൈറ്റിലേക്ക് മാറ്റിയാലോ? എടാ, ദീനേശന്റെ വീട്ടിൽ നിന്ന് ഒരു 5 പെൺകുട്ടികളെ എന്റെ വീട്ടിലേക്ക് മാറ്റി. ഇയല്ലേ പറഞ്ഞ പെർഫോമൻസ് പോരാന്ന്. 5 പെമ്പിളേരെടുത്താ? അതല്ല, കുറെ PSC എഴുതുമ്പോഴാണല്ലോ ഒരു ജോലി കിട്ടുക. ഞാൻ കിരീട്ടോട് പറയട്ടെ? വേണ്ട, ഞാൻ PSC എഴുതുന്നില്ല, എനിക്ക് ജോലി വേണ്ട. പോരെ? എടാ, സൈഡ് ഒന്ന് ചെട്ടി വാരി അങ്ങോട്ട് ഇട്ടേ. അവിടെ നിന്ന് ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഈടെ ഈടെ ഈടെ. ഏടാണ് ദിനേശ, കാണാനില്ലല്ലോ. എന്റെ നാട്ടിൽ വന്നിട്ട് ഇപ്പോഴാണ് അങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോ എന്താ, ഞാൻ അറേഞ്ച് ചെയ്തില്ലേ. ഉണ്ടായിരുന്നോണ്ട് കുഴപ്പമില്ല. വാ, നിന്നെ കുട്ടികളെ ഇന്ന് പരിചയപ്പെടുത്താനുണ്ടോ? സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇത് ദിനേശ് മാഷ്, നമ്മുടെ കോളേജിലെ പഴയ സ്റ്റുഡൻ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനാണ്. അങ്ങനെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം പോരാ കേട്ടോ. ഇപ്പം ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ജെൻഡർ ന്യൂട്രൽ ഈക്വാലിറ്റി യൂണിഫോമിൻ്റെ കണ്ടുപിടുത്തക്കാരൻ തന്നെ ഇദ്ദേഹമാണ്. പിന്നെ കടുത്ത സഖാവാണ്, സഹൃദയനാണ്, ഒപ്പം നല്ല കലാകാരൻ. ഇനിയുള്ള ഒരു 7 ദിവസങ്ങളിൽ മാഷ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതൊക്കെ ഇപ്പം ഈ പറമ്പെന്ന് പറയേണ്ട കാര്യം എന്താ? നിങ്ങൾ പോയി പണിയെടുത്തോ. എന്താ, ഇതിലൊന്നും താല്പര്യമില്ലേ? ഇൻട്രസ്റ്റ് എല്ലാം ഉണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണ്ടേ. അപ്പോൾ രാവിലെ നമ്മൾ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നല്ലോ. അതിനത് പാട്ടല്ലല്ലോ, പ്രാർത്ഥനയല്ലേ. ആഹാ,
പ്രാർത്ഥന ആയിരുന്നല്ലേ? ശരി. ആ ചേച്ചി, ഇനി ഇന്ന് എന്തെങ്കിലും ഹാക്ക് ചെയ്യണ്ടോ? നീ ഇന്നലെ ഹാക്ക് ചെയ്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി വരെ എത്തിയിട്ടുണ്ട്. എന്റെ പൊന്നു മോനെ, നീ ഇത് പോളിറ്റ് ബ്യൂറോ വരെ എത്തിക്കല്ലേ. ചേച്ചി നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ചെയ്തേ, പിന്നെന്തിനാ എൻ്റെ അടുത്ത് ചൂടാവുന്നത്? ഓക്കെ, ഇനി ആ വാട്സപ്പിലെ മുകളിൽ വലതുഭാഗത്ത് കാണുന്ന 3 കുത്തില്ലേ, അതിന് ഞെക്കുക. ഞെക്ക്. എൻ്റെ ഇതൊരു കുത്തല്ലേ ഉള്ളൂ മോളെ. ഒരു കുത്തോ? ഈ കണ്ണട വെച്ച് നോക്കി, ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഉള്ള കുത്തും കൂടി കാണൂല. ഇനി മുതൽ നമ്മുടെ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതിലൂടെയൊക്കെ ആയിരിക്കട്ടെ അറിയിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ? ആ, ഫേസ്ബുക്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ദിനേശൻ മാഷ് പഠിപ്പിച്ചു തരും. എന്താ? നീ പഠിപ്പിക്ക്, നീയല്ലേ അതിൽ എക്സ്പേർട്ട്. ഞാൻ പഠിപ്പിച്ചോളാം. മോളെ, ആ ഈ ഓൺലൈനിലുള്ളത് വേറെ ആരും കാണാണ്ടിരിക്കുക എന്തെന്നാ ചെയ്യണ്ടേ? അത് ഓഫ്ലൈൻ ആക്കിയോ, ഞാൻ പഠിപ്പിച്ചു തരാം. രാത്രി കുത്തിരി ഫുൾ ചാറ്റിംഗ് അല്ലേ? ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ആദ്യം സമയം വേണ്ടിയല്ലോ കേട്ടോ. ഇതാ ഇവിടെ എങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കുക. നീ ഭക്ഷണം കഴിച്ചിട്ടാ കഴിക്കാലോ. അടുത്ത മീറ്റിംഗ് കാണാൻ. ഓ ചെയ്തിട്ടോ. മറ്റന്നാ മീൻചാറ് വേണം എനിക്ക്. ഷർമോ ഒരു വെറ്റിലെടുത്താ ഗിരിയെ ഇഷ്ടമാണെങ്കിലേ നമുക്ക് ആ പെണ്ണിനൊന്ന് പോയി നോക്കിയാലോ. ഏത് കുട്ടീനാ? NSSന്റെ ഇതിന് വന്നില്ലേ ആ രേണു. അതെന്താ ഷർമ്മക്ക് ഇഷ്ടമായിട്ടില്ല? എന്റെ ഇഷ്ടപ്പെടാൻ ആരും നോക്കാനാ? ഓന്റെ ഒരു ഇഷ്ടം. അങ്ങനെ കുഞ്ഞു മുറുക്കണ്ടോ. അമ്മയും മോനും കൂടി ഓരോന്ന് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് എന്നെ ബോധിപ്പിക്കാൻ ഒരു ചോദ്യം കളിക്കുന്നേ കഥകളി. ഈ അമ്മേന്റെ ഒരു കാര്യല്ലേ. രേണുകേ നീരാഗരേണുക്കിനാവിന്റെ നീലക്കടമ്പിൽ സാവധാൻ. മുഷ്ടിപ്രഭാത് വിഭാഷക मुष्टिप्रहार विभाषक एक मुष्टिप्रहार 2 क्रमशः 1 2 3 स्वस्ति. साथियों मिश्र ആഹാ, പണി മുഴുവൻ ഞങ്ങൾ എടുത്ത് എന്നിട്ട് വെള്ളം കുടിക്കണോ മൂപ്പൻ തീർക്കല്ലേ. ജി ജി എല്ലാവരും നിക്കറൊക്കെ മാറ്റി പാൻ്റാക്കി തുടങ്ങി. നമ്മളിപ്പോഴും പാൻറ് ഇട്ട ഇതിന്റെ ഒരു ഫീല് കിട്ടില്ല. നമ്മൾ ഈ കാക്കി ട്രൗസർ ഇട്ടാലേ നമ്മളാവും. ഈ കാക്കി പാൻ്റൊക്കെ എല്ലാ പോലീസുകാരും ഇടുന്നല്ലേ. ഒരു കണക്കിന് അതും ശരിയാ. ഈ വണ്ടി എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ആ ഇത് തന്നെ വീട്. അമ്മോ, അസാധ്യ വീടാണല്ലോ.
ദിനേശിന് ഇനി വേറെ വീട് വെക്കേണ്ട കാര്യം എന്താ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. വാ കയറി വാ വെക്കാം. നോക്കാം. പേടിക്കണ്ട, ഓളും മോളും അളിയൻ്റെ അടുത്താ. അവരും കൂടെ ഉണ്ടായിരുന്ന ഒരു ധൈര്യം വരുന്നു. ഇതിപ്പോ നമ്മൾ രണ്ടും കൂടി മേടിച്ചു കൂട്ടണം. നമ്മൾ ഇത്രയും പേരുണ്ടാട്ടെ, സഖാക്കളുടെ ഒരു ധൈര്യേ. ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നില്ലേ? നാളെ മുതൽ നീ വരണ്ട. ഞാൻ വരും. വരണില്ല. ഓ എടാ, നമ്മളെ കൂട്ടത്തിൽ പുറത്തു പറയാൻ കൊള്ളാവുന്നൊരു ജോലിയുള്ളത് നിനക്ക് മാത്രമേ ഉള്ളൂ. ഇവന് ഈ നാട്ടിൽ പെണ്ണ് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ എന്തിനാണ് അറിഞ്ഞോണ്ടൊരു ചാണകോയി പോയി തല വെക്കുന്നത്? റമ്പൊക്കെ വിടാം. നമ്മളെ വളർത്തിയത് പാർട്ടിയല്ലേ. നമ്മുടെ ഐഡിയോളജി ആയിട്ട് ഒത്തുപോകാത്ത ഒരാളായിട്ട് എങ്ങനെയാ? വിടറ, പിരിയാം. നീയല്ല അഡ്രസ്സ് അപ്പം പിടിച്ചത്. നിനക്കറിയില്ലായിരുന്നോ ഇവരെ കൊണ്ട് അങ്ങോട്ടാ പോകുന്നു? എൻ്റെ ഗിരിയേട്ട, ആ കുട്ടി നമ്മുടെ എതിർ പാർട്ടിക്കാരാന്നുള്ള ഇവനോട് പറയേണ്ട കാര്യം എന്താ? ഓ കഴിക്കുകയാണെ കഴിച്ചോട്ടെ. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, അറിഞ്ഞുകൊണ്ട് ഇതിനെ കൂട്ടുക എന്നെ കിട്ടൂല. അവർ നമ്മളെ വർഗ്ഗശത്രുക്കളാ. ഞാൻ പോവാ, നിങ്ങൾ എന്തെങ്കിലും ആക്കൂ. നിൽക്ക്, ഞാനാക്കി തരാം. നിൽക്ക്, അതിലൊരു കാര്യമുണ്ട്. നമ്മുടെ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ദിനേശനോട് പെണ്ണിട്ട് കഴിഞ്ഞാൽ ഓന് സിപിക്ക് ഓള് സിപിക്ക്, അതിന് നമുക്ക് കാര്യമില്ലല്ലോ. ഓന് കാര്യമുണ്ടല്ലോ. എന്ത് കാര്യം? ഭാര്യ വീട് അടുത്താവും. അതെ, ഒന്ന് ആഞ്ഞു പിടിച്ചാല് അടുത്ത ഗവർണർ ആണ്ട ആളാന്ന് നമ്മൾ അച്ചുവട്ടെ. നമ്മൾ അച്ചുവട്ടേട്ടൻ്റെ മോളെ കണ്ട കമ്മികൾക്ക് കെട്ടിച്ചു കൊടുക്കേണ്ട യാതൊരു ഗതികേടും തൽക്കാലം ഇന്ന് നമുക്ക് കേരളത്തിലില്ല. ആടുന്നൊരു BKP-കാരനെ കെട്ടിയാ ആ ഒരു വോട്ട് കൂടി നമുക്ക് കിട്ടൂലേ? ഇനി ഭാവിയിൽ ഇവർക്ക് എത്ര കുട്ടികളുണ്ടായാലും ആ വോട്ടൊക്കെ നമുക്കല്ലേ. അതുകൊണ്ട് ദിനേശനെ കൊണ്ട് ഓളെ കെട്ടിക്കുന്നതാണ് ബുദ്ധി. എന്താ? അങ്ങനെയാണ് ഞാനൊരു ഐഡിയ പറയാം. എനിക്ക് കൂടി ആടുന്നൊരു പെണ്ണ് ശരിയാക്കിയ നമുക്ക് വോട്ടിന്റെ എണ്ണം കൂട്ടിക്കൂടി സഖാവേ. കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും കാണിക്കൂല. പെണ്ണ് കെട്ടാനൊക്കെ ഒരു യോഗം വേണം. നിലവിൽ നമുക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്തൊരു മേഖലയാണ് ചിന്തമംഗലം. ഈ ഒരു വിവാഹം നമുക്കും നമ്മുടെ പാർട്ടിക്കും അവിടെ നുഴഞ്ഞു കയറാനുള്ള ഒരു സുവർണവസരമായിട്ട് കരുതിയാൽ മതി. നമ്മളിപ്പോ പ്രായോഗിക രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെ ഞാനും പറയും, എനിക്ക് പ്രായം കൂടി വരിക. എന്താണ് ഗിരി, എന്തെങ്കിലും എതിർപ്പുണ്ടാ? ഓന് പ്രായം കൂടുന്നതിന് ഞാൻ എതിർത്തിട്ടെന്താ കാര്യം? അതല്ലേ ഈ കല്യാണത്തെ കുറിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ എനക്കും ഓക്കെ. പാർട്ടിയുടെ ഈ ദൗത്യം BKP-യുടെ ഉണ്ണീനെ ഏൽപ്പിക്കാം. പോയി സംസാരിക്കട്ടെ.